നമസ്കാരം. ഒരു പ്രത്യേക ദിനത്തിൽ മാത്രം ഇവിടെയുള്ള തീർത്ഥത്തിൽ നിന്നും ദേവവാദ്യങ്ങൾ കേൾക്കുന്ന അതിശയം നടക്കുന്നതും ഈ പുണ്യതീർത്ഥത്തെപ്പറ്റി ചിന്തിച്ചാലോ ദർശിച്ചാലോ നീരാടിയാലോ പൂർണ്ണമായും ശിവാനുഗ്രഹം ലഭിക്കുമെന്ന് സ്ഥലപുരാണത്തിൽ പ്രസ്താവിക്കുന്നതും കാളഹസ്തിയും തിരുനാഗേശ്വരവും പോലെ പ്രശസ്തമായ ഒരു രാഹുകേതുദോഷ പരിഹാര ക്ഷേത്രത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കാം. ക്ഷേത്രം അരുൾമിகு നാഗനാഥസ്വാമി തിരുക്കോവിൽ. ഈ ക്ഷേത്രം തമിഴ്നാട്ടിൽ പുതുക്കോട്ടെ ജില്ലയിൽ പുതുക്കോട്ടെ പൊന്നമരാവതി പാതയിൽ പേരയൂർ എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ഭഗവാൻ ശ്രീപരമേശ്വരൻ നാഗനാഥസ്വാമി എന്ന നാമത്തിലും ദേവി ശ്രീപാർവതി ബൃഹദാംബാൾ എന്ന നാമത്തിലും അനുഗ്രഹം ചൊരിയുന്നു. പ്രധാനമായും ഇതൊരു രാഹുകേതു നാഗദോഷ പരിഹാര സ്ഥലമായി അറിയപ്പെടുന്നു. പേരയമ്പതി, പേരീച്ചരം, പേരമാനഗർ എന്നറിയപ്പെട്ടിരുന്ന ഈ പ്രദേശം പല്ലവരുടെ ഭരണകാലത്ത് പേരയൂർ നാട് എന്നറിയപ്പെട്ടിരുന്നതായി ചരിത്രകാരന്മാർ വിലയിരുത്തുന്നു. യുഗങ്ങൾ കണ്ട പുരാതനമായ കോവിലാണിത്. കൃതയുഗത്തിൽ ബ്രഹ്മദേവന് നാഗദോഷം ഏർപ്പെട്ടപ്പോൾ അദ്ദേഹം എല്ലാ പുണ്യതീർത്ഥങ്ങളിലെ ജലവും ശേഖരിച്ചു കൊണ്ടുവന്ന് ഇവിടെ ഒരു തീർത്ഥമുണ്ടാക്കി അതിൽ നീരാടി ഇവിടത്തെ ഭഗവാനെ പൂജിച്ച് ശാപം മാറ്റി. പാലാഴിമതനം കഴിഞ്ഞ് അമൃത് വിളമ്പുന്ന വേളയിൽ വേഷം മാറി വന്നിരുന്ന അസുരനെ സൂര്യദേവൻ കാണിച്ചു കൊടുത്തതിനാൽ നാഗശാപം ഏർപ്പെട്ട് പ്രകാശം നഷ്ടപ്പെട്ട സൂര്യൻ ഇവിടെ എത്തി പേരയൂർ പെരുമാനെ പൂജിച്ചാണ് ദോഷം നീക്കിയത്. ത്രേതായുഗത്തിൽ പിതാവിന്റെ കാലിൽ ചവിട്ടിയ തെറ്റിന് പ്രായശ്ചിത്തമായി ചണ്ഡികേശ്വരർ ഇവിടെ ശിവഭഗവാനെ പൂജിച്ചതായി ഐതിഹ്യമുണ്ട്. ദ്വാപരയുഗത്തിൽ ദേവേന്ദ്രന് ശ്രീപരമേശ്വരൻ ചന്ദ്രകലാധരനായി ഇവിടെ ദർശനം കൊടുത്തതായും പറയപ്പെടുന്നു. കലിയുഗത്തിൽ ആദിശേഷനും നാഗരാജാവും ഇവിടെ പേരയൂർ പെരുമാനെ പൂജിച്ചതായാണ് ഐതിഹ്യം. ഇന്നും പൂജിച്ചു വരുന്നതായും പറയപ്പെടുന്നു. ബ്രഹ്മദേവൻ സൃഷ്ടിച്ച ഇവിടെയുള്ള പുണ്യതീർത്ഥത്തിലുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന ബിലദ്വാരത്തിലൂടെ നാഗരാജാവ് ഇവിടെ ശിവഭഗവാനെ പൂജിക്കാൻ എത്തുന്നു എന്നാണ് വിശ്വാസം. ഈ ക്ഷേത്രത്തിന് മുൻവശത്ത് മണ്ഡപത്തോട് ചേർന്നുള്ള പുണ്യപുഷ്കരണി എന്ന തീർത്ഥം വളരെ പ്രത്യേകത അർഹിക്കുന്ന ഒന്നാണ്. ഈ കുളത്തിനു ചുറ്റും മതിലുപോലെ ഭക്തർ ക്ഷേത്രത്തിൽ സമർപ്പിക്കുന്ന നാഗശിലകൾ വെച്ചിട്ടുണ്ട്. ഈ പുണ്യതീർത്ഥത്തിൽ തൃശൂല അടയാളം ഒന്നുണ്ട്. കുളത്തിൽ വെള്ളം കുറയുമ്പോൾ ഭക്തർക്കത് ദർശിക്കാനാവും. പങ്കുനി മാസം മീനലഗ്നത്തിൽ കുളത്തിലെ വെള്ളം കുറഞ്ഞ് തൃശൂലത്തിന് സമമായി എത്തുമ്പോൾ കുളത്തിനുള്ളിൽ നിന്നും മൃദംഗത്തിന്റെ നാദം പുറത്തു കേൾക്കും. ആ സമയം പൂജാരിമാർ സാമ്പ്രാണിയും പൂജാസാധനങ്ങളും കുളത്തിൽ സമർപ്പിക്കുന്നു. അത് നാഗലോകത്ത് പോയെത്തുമെന്നാണ് സങ്കല്പം. ഈ കൈലാസവാദ്യം 1-2 മണിക്കൂർ നേരം നീണ്ടു നിൽക്കുമെന്നതാണ് പറയുന്നത്. ഐതിഹ്യപ്രകാരം അന്നേ ദിവസം ഭഗവാന്റെ നടനം നാഗലോകത്ത് നടക്കുമ്പോൾ ഉയരുന്ന ദേവദുന്ദുബി നാദമാണിതെന്നാണ് പരക്കെയുള്ള വിശ്വാസം. ആദിശേഷൻ ഭഗവാന് നടത്തുന്ന വഴിപാടായി ഇത് വിശ്വസിക്കപ്പെടുന്നു. മറ്റു ദിവസങ്ങളിൽ തീർത്ഥത്തിൽ വെള്ളം കുറഞ്ഞ് തൃശൂല അടയാളത്തിന് സമമായി എത്തിയാലും ഈ ശബ്ദം കേൾക്കാറില്ല എന്നതാണ് അതിശയം. ഈ ശബ്ദം ശ്രവിക്കുന്നവർക്ക് മുജ്ജന്മ പാപങ്ങൾ നീങ്ങുമെന്നാണ് വിശ്വാസം. ഈ കലിയുഗത്തിലും ഇങ്ങനെയൊരു അതിശയം ഇവിടെ നടക്കുന്നു എന്നത് തന്നെ ഈ സ്ഥലത്തിന്റെ പ്രാധാന്യത്തെ എടുത്തു കാണിക്കുന്ന ഒന്നാണ്. പഞ്ചപാതകം ചെയ്ത ഒരാൾ ഇവിടെ ഭഗവാനെ സാമ്പ്രാണിയാൽ പൂജിച്ച് ശാപം മാറ്റിയതിനാൽ ഇവിടെ ഭക്തർ സാമ്പ്രാണി സമർപ്പിക്കുന്നത് ഉത്തമമായി കണക്കാക്കുന്നു. തീർത്ഥത്തിൽ നിന്നും ബേരി ശബ്ദം വന്നതിനാൽ ഇവിടം പേരയൂർ എന്നായി മാറി. ഈ സംഭവത്തിന് പിന്നിലെ ഐതിഹ്യം ഇതാണ്. ശിവദീക്ഷ കിട്ടിയ സാലേന്ദ്രൻ എന്ന തീവ്ര ശിവഭക്തനായിരുന്ന മന്നൻ എന്നും ഇവിടെ ശിവഭഗവാന് വഴിപാടുകൾ ചെയ്യാൻ എത്തിയിരുന്നു. ഒരു നാൾ അദ്ദേഹം ശിവപൂജയിൽ മുഴുകി നിൽക്കുമ്പോൾ ഭഗവാനെ പൂജിക്കാനായി ക്ഷേത്രക്കുളത്തിലെ ബിലദ്വാരം വഴി വന്ന നാഗകന്യകയോട് അദ്ദേഹത്തിന് പ്രണയം തോന്നി. അത് മനസ്സിലാക്കിയ ശിവഭഗവാൻ മന്നനോട് നാഗലോകത്തിൽ പിറന്ന് നാഗകന്യകയെ വിവാഹം കഴിച്ച് തന്നെ നാഗലോകത്തിൽ പൂജിക്കാൻ നിർദ്ദേശിച്ചു. ഇതിനെ തുടർന്ന് സാലേന്ദ്രൻ നാഗലോകത്തിൽ കുമുദൻ എന്ന പേരിൽ ജനിച്ച് നാഗകന്യകയെ വിവാഹം കഴിച്ച് ശിവഭഗവാനെ പൂജിച്ചു വന്നു. ഈ വഴിപാടിനായി 7 നാഗകന്യകളെ ഭൂലോകത്തേക്ക് അയച്ച് ഇവിടെയുള്ള ചെമ്പകവനത്തിൽ നിന്നും പൂക്കൾ പറിച്ചു കൊണ്ടുവരുവാൻ ഏർപ്പാടാക്കി. ഈ നാഗകന്യകകൾ പേരയൂരിലുള്ള ഒരു തീർത്ഥം വഴി ചെമ്പകവനത്തിൽ നിന്നും നിത്യപൂജയ്ക്കുള്ള പൂക്കൾ പറിച്ചുകൊണ്ടു പോകുന്നത് പതിവാക്കി. ഒരു നാൾ നാഗകന്യകകൾ പൂ പറിച്ചുകൊണ്ടു പോകുന്നത് കണ്ട ശിവഭഗവാൻ അവരോട് അവരുടെ നാഗരാജാവിനെ കൂട്ടിക്കൊണ്ടുവരാൻ ഉത്തരവിട്ടു. അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുവരുവാൻ തങ്ങളുടെ കൂടെ ഒരാളെ നാഗലോകത്തേക്ക് അയക്കണം എന്ന് നാഗകന്യകമാർ ഭഗവാനോട് അപേക്ഷിച്ചപ്പോൾ ഭഗവാൻ നന്ദിദേവനെ കൂടെ അയച്ചു. അപ്രകാരം പേരയൂർ വന്ന നാഗരാജൻ കുമുദൻ പേരയൂർ പെരുമാനെ ഭക്തിപുരസരം വണങ്ങി. ഭഗവാൻ നാഗരാജാവിനോട് വേണ്ട വരം ചോദിക്കൂ എന്ന് കരുണയോടെ പറഞ്ഞു. ദേവന്മാർ ദുന്ദുബി വാദ്യം മുഴക്കെ ഭഗവാൻ നടനമാടുന്നത് കാണാൻ ഭാഗ്യം തന്ന് അനുഗ്രഹിക്കണം എന്ന് നാഗരാജാവ് ഭഗവാനോട് അഭ്യർത്ഥിച്ചു. നാഗരാജാവിന്റെ ആഗ്രഹം നിറവേറ്റാൻ ഭഗവാൻ നടനമാടി. ഇത് നടന്നത് ഒരു പങ്കുനി മാസം മീനലഗ്നത്തിൽ. തുടർന്ന് ഭഗവാൻ നാഗനാഥസ്വാമി എന്ന നാമം സ്വയം ഏറ്റെടുത്തു. അതിനാൽ പേരയൂർ പെരുമാൻ നാഗനാഥസ്വാമിയായി മാറി. ഇന്നും ഈ ദിവസം ശിവഭഗവാൻ നാഗലോകത്തേക്ക് ചെന്ന് സാലവേന്ദ്രന് വേണ്ടി നടനമാടുന്നു എന്നാണ് വിശ്വാസം. ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കം തോന്നിക്കുന്നതും ശ്വേതകേതു എന്ന പാണ്ഡ്യ മന്നനാൽ നിർമ്മിക്കപ്പെട്ടതെന്ന് കണക്കാക്കുന്നതും
3 നില രാജഗോപുരത്തോടെ കാണപ്പെടുന്നതുമായ പുരാതനമായ നാഗനാഥസ്വാമി തിരുക്കോവിൽ തമിഴ്നാട്ടിലെ പ്രശസ്തമായ രാഹുകേതു ദോഷ പരിഹാര സ്ഥലങ്ങളിൽ ഒന്നാണ്. ഇവിടെ ദിനവും ദോഷപരിഹാര പൂജകളും ഹോമങ്ങളും നടക്കുന്നുണ്ട്. സന്താന തടസ്സം, മംഗല്യ തടസ്സം, സർപ്പദോഷം, കളത്രദോഷം, കാളസർപ്പദോഷം എന്നിവ മാറുമെന്നും പഞ്ചപാതകങ്ങൾക്ക് വരെ പരിഹാരം ലഭിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്ന ക്ഷേത്രമാണിത്. പ്രാർത്ഥന നിറവേറിയ ഭക്തർ 5 ശിരസുള്ള നാഗത്തിന്റെ ശിലകൾ അവരവരുടെ പ്രാപ്തിക്കനുസരിച്ച് വെള്ളിയിലോ സ്വർണത്തിലോ ചെമ്പിലോ കരിങ്കല്ലിലോ നിർമ്മിച്ച് ക്ഷേത്രത്തിൽ പൂജിച്ച ശേഷം സമർപ്പിക്കുന്നു. 5 or 7 വാരം ക്ഷേത്രം സന്ദർശിച്ച് ഭക്തർ ഇവിടെയുള്ള തീർത്ഥത്തിൽ നീരാടി രാഹുകാലത്തിൽ പൂജകളും ഹോമങ്ങളും ചെയ്ത ശേഷം 108 പ്രാവശ്യം ഓം നമഃശിവായ മന്ത്രം പ്രാർത്ഥനയോടെ ഉരുവിട്ടാൽ ദോഷത്തിന്റെ ഉഗ്രം കുറയും എന്നാണ് വിശ്വാസം. ക്ഷേത്രത്തിന്റെ ഗംഭീരമായ മതിൽ ചുവരിന്മേലെയും മണ്ഡപത്തിന് മുകളിലും തീർത്ഥത്തിന് ചുറ്റും വരിവരിയായി നാഗപ്രതിഷ്ഠകൾ അടുക്കി വച്ചിരിക്കുന്നു. അതല്ലാതെ ക്ഷേത്രപ്രകാരത്തിൽ ഒരിടത്ത് ഭക്തർ സമർപ്പിച്ച ആയിരക്കണക്കിന് നാഗപ്രതിഷ്ഠകളും കാണാം. ഇവിടെയുള്ള നാഗപ്രതിഷ്ഠയിൽ ഭക്തർ സമർപ്പിക്കുന്ന പാല് അഭിഷേകം ചെയ്യുമ്പോൾ നീലനിറമായി കാണുന്നതും ഒരു പ്രത്യേകതയാണ്. ഭഗവാൻ ദോഷം ഏറ്റെടുക്കുകയാണെന്നാണ് വിശ്വാസം. ക്ഷേത്രത്തിലെ വലിയ മണ്ഡപം കടന്ന് അകത്തേക്ക് പ്രവേശിച്ചാൽ മണ്ഡപത്തിനരികിലായി ഓം രൂപത്തിലുള്ള പുണ്യപുഷ്കരണി എന്ന തീർത്ഥക്കുളം, കൊടിമരം, ബലിപീഠം, നന്ദി ഭഗവാൻ. മഹാമണ്ഡപവും അർദ്ധമണ്ഡപവും കടന്ന് അകത്ത് പ്രവേശിച്ചാൽ ദ്വാരപാലകർ കാവൽ നിൽക്കുന്ന കരുവറയിൽ ശ്രീപരമേശ്വരൻ നാഗനാഥസ്വാമി എന്ന നാമത്തിൽ സ്വയംഭൂ ശിവലിംഗമായി കിഴക്ക് ദർശനമായി അനുഗ്രഹം ചൊരിയുന്നു. ഭഗവാന്റെ ഗർഭഗൃഹത്തിനു മുന്നിൽ തുരങ്കപ്പാത ഉണ്ടായിരുന്നതായും യുദ്ധകാലഘട്ടങ്ങളിൽ ഇവിടുത്തെ ശിലകളെയും സ്വത്തുക്കളെയും മറച്ചുവെക്കാൻ ഇത് ഉപയോഗപ്പെടുത്തിയിരിക്കാം എന്നതാണ് നിഗമനം. പ്രത്യേകം കൊടിമരത്തോടെ ദേവി ശ്രീപാർവതി തനിസന്നിധിയിൽ ബൃഹദാംബാൾ എന്ന നാമത്തോടെ 4 കരങ്ങളോടെ പുഞ്ചിരിച്ചുകൊണ്ട് കിഴക്ക് ദർശനമായി നിലകൊള്ളുന്നു. ഈ ക്ഷേത്രത്തിൽ മുഖ്യപ്രതിഷ്ഠകളല്ലാതെ വിനായകർ, വലിദേവ്യാനി സമേത മുരുകൻ, ബ്രഹ്മാവ്, അണ്ണാമലയാർ, ചണ്ഡികേശ്വരർ, നടരാജർ, ശിവകാമി അമ്മൻ, നാഗർ, സൂര്യൻ, നവഗ്രഹങ്ങൾ, കാലഭൈരവർ, ദക്ഷിണാമൂർത്തി, വിശ്വനാഥർ, വിശാലാക്ഷി അമ്മൻ, ദുർഗാ ഭഗവതി, ഋഷഭാരൂഢർ, ഗജലക്ഷ്മി, ദണ്ഡായുധപാണി എന്നിങ്ങനെ ധാരാളം ഉപപ്രതിഷ്ഠകളുമുണ്ട്. ക്ഷേത്രവൃക്ഷം പനമരം, ചെമ്പകം. ക്ഷേത്രതീർത്ഥം പുണ്യപുഷ്കരണി. ആഗമവിധി പ്രകാരമുള്ള 4 കാല പൂജകളാണ് ക്ഷേത്രത്തിൽ അനുഷ്ഠിക്കുന്നത്. ആടിപ്പൂരത്തിൽ അമ്മന് കൊടിയേറ്റ്, ചിത്തിരയിൽ മൂലവർക്ക് കൊടിയേറ്റ്, രാഹുകേതു മാറ്റം, മഹാശിവരാത്രി, തൈപ്പൂയം, വിനായക ചതുർത്ഥി, അമാവാസി, പ്രദോഷം തുടങ്ങിയ നാളുകളും ക്ഷേത്രത്തിൽ വിശേഷപ്പെട്ടത്. പൂജാ സമയം രാവിലെ 6 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെ, വൈകുന്നേരം 4 മണി മുതൽ രാത്രി 7:30 മണി വരെ. ക്ഷേത്രത്തിലേക്ക് എത്തുവാൻ പുതുക്കോട്ടയിൽ നിന്ന് 12.5 കിലോമീറ്റർ. അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ തിരുമയം. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.